എന്തായി കേൾക്കുന്നത്? അയാളെ വിശാൽ കൊന്നെന്നോ? എന്തിന്? അതിന്റെ അർത്ഥം യമുനയുടെ ജീവൻ അപകടത്തിലായിരുന്നു എന്നാണോ? അതെ, മരണത്തിന്റെ മുനമ്പിൽ ജീവിതത്തിൽ മറ്റാർക്ക് കൊടുത്ത വാക്കും തെറ്റിക്കാം. പക്ഷെ വിശാലിനോട് മാത്രം വയ്യ. പ്രകൃതി നിയമങ്ങൾക്ക് അടിമയാവാതെ നമുക്ക് ജീവിക്കാനാവില്ല പ്രസാദ്. വികസന പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാവുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ രാജ്യത്തെമ്പാടും ബഹുനില മന്ദിരങ്ങൾ ഉയരുന്നതിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ച സുപ്രീം കോടതി ഇക്കാര്യത്തിൽ കർശന നിയമം നടപ്പാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ടീ എക്സ്പോർട്ടറും സിനിമാ നിർമ്മാതാവുമായ ഡാനിയൽ ഡിസൂസ കൊല്ലപ്പെട്ടു. സ്വവസതിയിൽ വച്ചായിരുന്നു മരണം. ഫിലിം ടൈംസിന്റെ റിപ്പോർട്ടറായ വിശാലാണ് തലയ്ക്കടിച്ചും വെടിവെച്ചും ഡാനിയൽ ഡിസൂസയെ കൊന്നതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. വിശാൽ കൊലപാതകത്തിന് ഉപയോഗിച്ച റിവോൾവറുമായി സ്വയം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയാണ് ഉണ്ടായത്. അയാളെ വിശാൽ കൊന്നെന്നോ? എന്തിന്? അവർ തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നോ? പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഉണ്ടായിരുന്നിരിക്കും. സ്വയം എന്നാലും അസംഘടിത മേഖലയിൽ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും വിശാലിനത് ചെയ്യാൻ കഴിയുമോ? പുതിയ പെൻഷൻ പദ്ധതിക്ക് പ്രത്യേക നിയന്ത്രണ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കുറ്റം ഏറ്റു പറഞ്ഞ് വിശാല് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എന്നല്ലേ ന്യൂസ്? അതെ, പക്ഷേ അത് വിശ്വസിക്കാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല. നമ്മളറിയാത്ത എന്തൊക്കെയോ വിശാലിനെ ചുറ്റിപ്പറ്റി ഉണ്ടാച്ചാ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ വ്യക്തമായി തെളിവായില്ലേ? ചെറിയ കാര്യമല്ല, കൊലപാതക കുറ്റമാണ്. പക്ഷേ എനിക്കും വിശ്വാസം വരുന്നില്ല. അച്ഛൻ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയോ പിഴച്ചിട്ടുണ്ടെന്ന് മനസ്സ് പറയുന്നു. വിശാൽ അങ്ങനെ ചെയ്യില്ല. ഡാനിയൽ മരിച്ചു, വിശാൽ അറസ്റ്റിലായി. പക്ഷേ യമുന എവിടെയാണ്? എന്റെ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ആരോടാ ചോദിക്കുക? എവിടെയാ അന്വേഷിക്കുക? ഒരു നിശ്ചയമില്ലല്ലോ ദൈവമേ. നമുക്ക് അന്വേഷിക്കാച്ചാ. എന്റെ കുട്ടിക്ക് എന്തെങ്കിലും അപകടം? അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കും. യമുനെ ബാധിച്ചിരുന്ന അപകടം ഡാനിയലായിരുന്നു. അയാൾ ഇല്ലാതായി കഴിഞ്ഞു. ഇനി അവൾക്ക് ഒരബദ്ധം വരില്ല. എന്നാലും അന്വേഷിക്കാച്ചാ. നേരെ ഒന്ന് വിളിക്കട്ടെ. യമുനേച്ചി കണ്ടിട്ടേ ഞാൻ തിരിച്ചു വരൂ. മനസ്സിനെന്തോ വല്ലാത്ത ഒരു പേടി, എന്തോ ദുരന്തം വരുന്നത് പോലെ. ബാബു, അന്വേഷിക്കണം മോനെ. അവൾ സുരക്ഷിതയായിരിക്കുന്നു എന്നറിയും വരെ അച്ഛന് സമാധാനം ഉണ്ടാവില്ല. ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്തിട്ട് വിശാലി ചിരിക്കുകയാണോ? ചെയ്യാത്ത കുറ്റോ? നല്ല കഥയായി. ആ ഡാനിയലിന്റെ തലയിൽ ഒരു ബുള്ളറ്റ് തറഞ്ഞു കയറിയത് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഈ ക്ലിയർ എവിഡൻസ്. തോക്കിലെ വിരലടയാളവും എന്റേത്. ഇതിനൊക്കെ പുറമെ കൊലയാളി സ്വമേധയാ സ്റ്റേഷനിൽ ഹാജരായി കുറ്റസമ്മതിക്കുകയും ചെയ്തില്ലേ? ഇതിനപ്പുറം എന്ത് വേണം പോലീസിന്? പ്ലാസ്റ്റിക് സർജറിയും അബ്സ്കൗണ്ടിങ്ങും ഒക്കെ കൊണ്ട്
കുറ്റവാളികൾ പോലീസിനെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സീസണിൽ എന്നെ പോലൊരു കൊലയാളി പൂർണ്ണ മനസ്സോടെ നേരിട്ട് ഹാജരാവുന്നത് അവർക്ക് എന്തൊരു റിലീഫായിരിക്കും. വിശാൽ, ഏയ് ഇവനെ എന്താ ഇത്? എന്തിനാ കരയുന്നത്? കരയേണ്ട വിഷയമല്ല ഇത്. ഒരാൾ നമ്മുടെ ജീവിതത്തിന് പുറകെ മരണവുമായി പാഞ്ഞെത്തുമ്പോ ഗത്യന്തരമില്ലാതെ അതേ മരണം നമ്മൾ അയക്കു കൊടുക്കുന്നു. റിഫ്ലെക്സ് ആക്ഷൻ ഓഫ് സെൽഫ് ഡിഫെൻസ്, അത്രേ ഉള്ളൂ. നമ്മൾ പ്രൊഫഷണൽ കില്ലറൊന്നും അല്ലെന്ന് പോലീസിനറിയാം, കോടതിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. വിശാലിന് എങ്ങനെ കഴിയുന്നു ഇത്ര കൂളായിട്ട് സംസാരിക്കാൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. യമുനയ്ക്കേ മനസ്സിലാവൂ. കേട്ടോ മണിയണ്ണ, കാൽപാദത്തിന് തീ പിടിച്ചുള്ള അവസ്ഥ അറിയോ? ആ തീയും കൊണ്ട് നാടൊട്ടുക്ക് ഓടുമ്പോഴുള്ള ടെൻഷൻ അറിയോ? ഊഹിച്ചാൽ തന്നെ പൊള്ളും. എത്രയോ ദിവസങ്ങളായി ആ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. തീജ്വാലകളിലൂടെയുള്ള ഒരു മരണപ്പാച്ചിൽ. സർവശക്തനായ ഭീകരൻ ഒരു ഭാഗത്ത്, ദുർബലരായ ഞങ്ങൾ മറുഭാഗത്ത്. വിശപ്പില്ല, ദാഹവുമില്ല, ഉറക്കവുമില്ല. ഹൃദയമിടിപ്പിന്റെ ശബ്ദം ദാ അത്ര ദൂരെ വരെ കേൾക്കാം. ആ അവസ്ഥയോട് കമ്പയർ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ സ്വർഗീയ സുഖമാണ് അനുഭവിക്കുന്നത്. അതെ എമ്മിനെ, റിയലി സ്പീക്കിംഗ്, കാലിപ്പോൾ തീയില്ല, ആകെ മൊത്തം ഒരു കുളിർമ. സംസാരിച്ച് ജയിക്കാൻ വിശാല് പണ്ടേ മിടുക്കനാണല്ലോ. പക്ഷെ ഇക്കാര്യത്തിൽ വിശാല് ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സത്യം തുറന്നു പറയാൻ തീരുമാനിച്ചു. സത്യമോ? എന്ത് സത്യം? ഡാനിയലിനെ ആരാണ് കൊന്നതെന്നുള്ള സത്യം. അത് പോലീസിന് ക്ലിയർ ആയി കഴിഞ്ഞല്ലോ. വിശാൽ ഡാനിയലിനെ കൊന്നു. ഒറ്റത്തിരയുള്ള തോക്കുപയോഗിച്ച് കൃത്യം തലയിൽ വെടിവെച്ചു കൊന്നു. അല്ല, ഞാൻ അയാളെ കൊന്നത്. Shut up! ഇത് പോലീസ് സ്റ്റേഷനാ. ഇവിടെ കിടന്ന് ബഹളം കൂട്ടരുത്. മണിയണ, യമുന പറയുന്നത് കേട്ടു നിൽക്കണം. ഡാനിയലിനെ തലക്കടിച്ച് വീഴ്ത്തിയതും ഷൂട്ട് ചെയ്ത് കൊന്നതും ഞാനാ. അതല്ലാതെ ഒരു സത്യവുമില്ല, ഒരു സത്യവും ഉണ്ടായിക്കൂടാ. അണ്ണൻ എന്താ മിണ്ടാ നിൽക്കുന്നത്? ഞാൻ എന്താണ് പറയേണ്ടത് വിശാൽ? ആർക്കു വേണ്ടിയാണ് പറയേണ്ടത്? എന്റെ സ്വന്തം അനിയനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടിയോ? അതോ നിന്റെ വിധിയോർത്ത് കരഞ്ഞു തളർന്ന ഈ യമുനയ്ക്ക് വേണ്ടിയോ? നീ തന്നെ പറ. നിങ്ങൾ രണ്ടുപേരും എന്റെ സ്വന്തമാണ്. രണ്ടുപേരും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ആവണം മണിയണ്ണ. ഈ ക്രൈം ഏറ്റെടുത്തതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. നൂല് പൊട്ടിയ പട്ടം പോലെ അവിടെയും തട്ടി ഇവിടെയും തട്ടി അങ്ങനൊരു ജീവിതം ജീവിക്കുന്നതിനാ ഞാൻ. വിശേഷിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത ഒരു വെറും ജീവിതം. പക്ഷെ യമുനയോ, ഉന്നതമായ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചെങ്കിലും അതിൽ നിന്നും തെറിച്ചുപോയി. ചിരിച്ച് സന്തോഷിച്ച് കഴിയേണ്ട നാളുകൾ മുഴുവനും ദുഃഖവും അപമാനവും ചൂഷണവും. ആ ദുരിതങ്ങൾക്കിടയിൽ ദൈവാനുഗ്രഹമായി, ആശ്വാസമായി, വീണ്ടും ജീവിക്കണമെന്നുള്ള തോന്നലുണ്ടാക്കാനായി മുമ്പിൽ വന്നു വീണ കച്ചിത്തുരുമ്പ സിനിമ. ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ യമുന സ്വയം എക്സ്റ്റാബ്ലിഷ് ചെയ്തു. ദൈവം തന്ന രണ്ടാം ജന്മം ഇത്. ഈ ജന്മം യമുന സുന്ദരമായി ജീവിക്കണം. ഞാൻ ഇനി അഭിനയിക്കണമെന്നാണോ വിശാല് പറയുന്നേ? അതെ. വിശാൽ ഇവിടെ ഇങ്ങനെ കഴിയുമ്പോ അല്ലേ? സാധ്യമല്ല. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മണിയണ്ണ. എല്ലാവർക്കും കിട്ടുന്ന സിദ്ധിയല്ല ഇത്, എല്ലാവർക്കും കിട്ടുന്ന അവസരവുമല്ല. പെണ്ണുപിടിയനും ക്രിമിനലുമായ ഒരു മോൺസ്റ്ററിന്റെ പേരിൽ അത് പാഴാക്കരുത്. ഒന്ന് പറയും മണിയണ്ണ. യമുനെ, വിശാല് പറയുന്നത് ശരിയാണ്. നോ, വിശാല് പറയുന്നതാണ് ശരി. അങ്ങനെ പറയേ. അതെ യമുനെ, അവൻ പറയുന്നതാണ് ശരി. യമുന വീണ്ടും അഭിനയിച്ചു തുടങ്ങണം. എന്നോട് അല്പമെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ, എന്റെ ആത്മാർത്ഥതയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ. എനിക്ക് ജീവിതത്തില് മറ്റാരോടും അടുപ്പമില്ല, മറ്റാരെയും വിശ്വാസമില്ല. ഇനിയും അതറിഞ്ഞൂടെ വിശാലിന്? എങ്കിൽ
ഞാൻ പറയുന്നത് കേൾക്കണം, അനുസരിക്കണം. അനുസരിക്കോ? വിശ്വാസം ഉണ്ടെങ്കിൽ അനുസരിക്കും. ഞാൻ എന്ത് ചെയ്യണം? ഉടൻ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടണം. യമുന കാരണം മുടങ്ങിക്കിടക്കുന്ന പടങ്ങൾ പൂർത്തിയാക്കാൻ അഭിനയ രംഗത്തേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നുവെന്ന് പത്രങ്ങളെ അറിയിക്കണം. പക്ഷേ വിശാൽ, അതിന് എനിക്ക് കഴിയും, കഴിഞ്ഞേ പറ്റൂ. എന്നോട് കാണിക്കുന്ന ഈ അടുപ്പം ആത്മാർത്ഥമാണെങ്കിൽ. സമ്മതിച്ചേക്ക് അഭിനെ. അവന്റെ ആഗ്രഹം അതാണെങ്കിൽ സമ്മതിച്ചാൽ എന്താ? ശരി. ശരിയെന്ന് മാത്രം പറഞ്ഞാ പോരാ, സമ്മതിച്ചു എന്ന് പറയണം. സമ്മതിച്ചു. മണിയണ്ണ, സൂപ്പർ നടി മിസ് യമുന വീണ്ടും തരംഗങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു. പ്രസ് കോൺഫറൻസ് വിളിച്ചുകൊണ്ടാ റെഡി ആയിക്കോ. ശരി, ഞാൻ ഏർപ്പാട് ചെയ്യാം. ഓക്കെ. എന്നാ സമയം കളയണ്ട, ചെല്ല്. ആദ്യ ചിത്രത്തിന് തന്നെ നല്ല നടിക്കുള്ള അവാർഡ്. ആദ്യ ചിത്രം തന്നെ ബോക്സ് ഓഫീസ് ഹിറ്റ്. തുടർന്ന് കൈ നിറയെ പുതിയ ചിത്രങ്ങൾ, ഓഫറുകൾ. ഈ ഒരവസ്ഥയിൽ ഒരാർട്ടിസ്റ്റും എല്ലാം ഉപേക്ഷിച്ച് ഫീൽഡ് വിടില്ല. പക്ഷെ യമുന അത് ചെയ്തു. അക്ഷരാർത്ഥത്തിൽ അബ്സ്കോണ്ട് ചെയ്തു. എന്താണ് ആത്മഹത്യപരമായ ആ അബ്സ്കോണ്ടിങ്ങിന് കാരണം? സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലെ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നല്ല സിനിമയുടെ ആസ്വാദകരുടെയും യമുന എന്ന നമ്പർ 1 ആർട്ടിസ്റ്റിന്റെ ആരാധകരുടെയും ചോദ്യം. എന്തിനായിരുന്നു ആ വനവാസം? ജനങ്ങളായാലും പത്രങ്ങളായാലും ഒരു ആർട്ടിസ്റ്റിനെ കാണുന്നത് ആർട്ടിസ്റ്റായിട്ട് മാത്രമാണ്. അവരുടെ നോട്ടത്തിൽ സ്ക്രീനിലെ വ്യക്തിത്വം മാത്രമേ അവൾക്കുള്ളൂ. ബട്ട് ഷീ ഹാസ് എ സെപ്പറേറ്റ് എൻറ്റൈറ്റി ഫാർ അവേ ഫ്രം ദാറ്റ് ഓൺ സ്ക്രീൻ. വ്യക്തിപരമായൊരു ജീവിതം. ആ ജീവിതം അവൾ മാത്രം ജീവിക്കേണ്ട ഒന്നാണ്. അവിടെ പ്രശ്നങ്ങളെ അവൾ ഒറ്റയ്ക്ക് നേരിട്ടേ പറ്റൂ. ഒരു തിരക്കഥയും അവളെ ഗൈഡ് ചെയ്യാനുണ്ടാവില്ല. ഒരു ഡയലോഗും ആരും പ്രോംപ്റ്റ് ചെയ്യേയില്ല. ഷീ ഹാസ് ടു ഡു എവറിത്തിങ് അലോൺ. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ചോദ്യം ന്യായമാണ്. ഇത്രയും ചിത്രങ്ങൾ കയ്യിലുള്ളപ്പോൾ ഞാൻ എന്തിനു ഒളിവിൽ പോയി? ഉത്തരവ് ഇതാണ്, എൻ്റെ ജീവിതത്തിന് വേണ്ടി. കുറെ കൂടി വ്യക്തമായിട്ട് പറഞ്ഞ ടു സേവ് മൈ ലൈഫ്. അതിന്റെ അർത്ഥം യമുനയുടെ ജീവൻ അപകടത്തിലായിരുന്നു എന്നാണോ? അതെ, മരണത്തിന്റെ മുനമ്പിൽ. ആരാണ് യമുനയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത്? ഫിലിം ഫീൽഡിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ ഗോഡ് ഫാദർ തന്നെ, ഡാനിയൽ ഡിസൂസ എന്ന ബിസിനസ് ടൈക്കൂൺ. ഇറ്റ് ഈസ് അസ്റ്റോണിഷിംഗ്. സിനി ഫീൽഡിലെ കേട്ടുകേൾവികൾ വിശ്വസിക്കാമെങ്കിൽ സത്യത്തിൽ യമുനയെ താരമാക്കാൻ വേണ്ടി മാത്രമല്ലേ ഡാനിയൽ ഡിസൂസ സിനിമാ നിർമ്മാതാവായത്? അതെ, പക്ഷേ ലക്ഷ്യം അവിടെ തീരുന്നില്ല. ചെറിയ കുളങ്ങളിൽ ചെറിയ ഇരകളേറ്റ് ചെറിയ മത്സ്യങ്ങളെ പിടിക്കുന്നവനായിരുന്നില്ല ഡാനിയൽ. പുറംകടലിലെ വേട്ടയായിരുന്നു അയാളുടെ ലക്ഷ്യം. അതിനൊരു വില കൂടി ഇരയെ വേണം, എ പ്രഷ്യസ് ആൻഡ് ഗ്ലാമറസ് ബെയ്റ്റ്. എന്നെ താരമാക്കുന്നതിലൂടെ അതാണ് അയാൾ ഉന്നം വെച്ചത്. സ്വന്തം ബിസിനസ് വളർച്ചയ്ക്കുള്ള വളം. പുറമേ ഒരു രക്ഷകന്റെ കവചവും ഉള്ളിൽ ഒരു വെറും മാംസക്കച്ചവടക്കാരനും. അതായിരുന്നു അയാൾ. എന്നിട്ട് എന്നെ പ്രേരിപ്പിച്ചു നോക്കി, നിർബന്ധിച്ചു നോക്കി, ഒടുവിൽ ഭീഷണിപ്പെടുത്തി. അടുത്ത ഘട്ടം എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാമായിരുന്നു. മനുഷ്യജീവൻ ഡാനിയലിന് അത്രയ്ക്ക് നിസ്സാരമാണ്. മരണം വിരൽത്തുമ്പിൽ ഏന്തി നടക്കുന്ന മോൺസ്റ്ററാണ് അയാൾ. പിന്നെ എൻ്റെ മുമ്പിൽ 2 ചോയ്സേ ഉണ്ടായിരുന്നുള്ളൂ, മരിക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുക. ഐ ചോസ് ദ സെക്കൻഡ്. ആ ഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ സിനിമയോ ഞാൻ വാക്കുകൊടുത്ത നിർമ്മാതാക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ ജീവൻ മാത്രം. നൗ ഡാനിയൽ ഈസ് നോ മോർ.
അതൊരു കൊലപാതകമാണെന്നും വിശാൽ എന്ന ജേർണലിസ്റ്റാണ് കൊല നടത്തിയെന്നുമാണ് വാർത്ത. ഇതേപ്പറ്റി യമുനയുടെ വെർഷൻ എന്താണ്? ഈ വാർത്ത സത്യം തന്നെയാണോ? അതെ. ഡാനിയലും യമുനയും തമ്മിലുള്ള ഇഷ്യൂ, അതിലൊരു പത്രപ്രവർത്തകൻ മാത്രമായ വിശാൽ എങ്ങനെ വന്നു? വിശാൽ, he is not just a journalist as far as I am concerned. എൻ്റെ ദുഃഖങ്ങളും ആകാംക്ഷകളും ധർമ്മസങ്കടങ്ങളും എല്ലാം ഷെയർ ചെയ്ത എൻ്റെ ഒരേ ഒരു സുഹൃത്ത്, എൻ്റെ അഡ്വൈസർ, രക്ഷകൻ, വെൽവിഷർ, അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ കൂടിച്ചേർന്ന യഥാർത്ഥ മനുഷ്യനാണ് വിശാൽ. അങ്ങനെയാണെങ്കിൽ ഒരു സ്വാഭാവികമായ സംശയം ചോദിച്ചോട്ടെ. ഈ സംഭവത്തിൽ ഒരു ത്യാഗത്തിന്റെ മണമില്ലേ? വാട്ട് യു മീൻ? ഐ മീൻ, വിശാൽ തനിച്ചാണോ ഈ കൃത്യം ചെയ്തത്, അതോ? മനസ്സിലായി. വരികൾക്കിടയിൽ വായിക്കാൻ നിങ്ങളാരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ ഈ ചോദ്യം കേട്ടിട്ട് എനിക്കൊരു സംശയം തോന്നുന്നു. താങ്കൾക്ക് രഹസ്യ പോലീസിന്റെ ഡ്യൂട്ടി ഉണ്ടോ? ഇനി എന്താ പ്ലാൻ യമുനയുടെ? യമുനെ അഭിനയിക്കോ? എന്താ സംശയം? എന്റെ കുടുംബത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ മൂലം മുടങ്ങിക്കിടന്ന ചിത്രങ്ങൾ ആദ്യം തീർക്കും, പിന്നീട് പുതിയവ. പ്രസ് കോൺഫറൻസ് നന്നായി. യു പെർഫോംഡ് എക്സ്ട്രീംലി വെൽ. വിശാൽ അത്രയും നിർബന്ധമായി പറഞ്ഞപ്പോൾ ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ ഓർത്തില്ല. പക്ഷേ അതൊരു അത്യാവശ്യമായിരുന്നു, പ്രത്യേകിച്ചും യമുന ഫീൽഡിലേക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക്. എല്ലാം വിശാലിന്റെ ഇഷ്ടം. പക്ഷേ സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞത് കുറച്ചേറെ ബോൾഡായി പോയോ, ഐ മീൻ ഓപ്പണായി പോയോ എന്നൊരു സംശയം. സത്യമല്ലേ മണിയണ്ണ ഞാൻ പറഞ്ഞത്? പലരും പറയാൻ ഭയപ്പെടുമായിരിക്കാം, ഇമേജ് തകരുമെന്നോർത്ത്. എനിക്കാ ഭയമില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചും ദാഹിച്ചും വന്നതല്ല ഈ ഫീൽഡിലേക്ക്. ഐ വാസ് ട്രാക്ഡ് ഇൻടു ഇറ്റ്. ഫീൽഡിന് എന്നെ വേണമെങ്കിൽ സ്വീകരിക്കട്ടെ, വേണ്ടെങ്കിൽ പുറന്തള്ളിക്കോട്ടെ എന്ന് കരുതി ഞാൻ അനുഭവിച്ച വേദനകൾ എനിക്ക് ഒളിക്കാനാവില്ല. ഒരു ദുഃഖമേ ഉള്ളൂ, ഒരു വലിയ സത്യം മാത്രം തുറന്നു പറയാൻ കഴിഞ്ഞില്ല. മനസ്സിലായി. ഫിലിം രമയുടെ റിപ്പോർട്ടർ കൃത്യമായി അതിന്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം എടുത്തിട്ടത്, ഡാനിയലിന്റെ കൊലയാളിയെ പറ്റി. ഞാൻ പേടിച്ചുപോയി, യമുന സത്യം വിളിച്ചു പറയുമെന്ന്. പറയുമായിരുന്നു, പക്ഷേ വിശാലിന് വാക്ക് കൊടുത്തുപോയി. ജീവിതത്തിൽ മറ്റാർക്ക് കൊടുത്ത വാക്കും തെറ്റിക്കാം, പക്ഷെ വിശാലിനോട് മാത്രം വയ്യ. ബിക്കോസ് ഐ ലൈക്ക് ഹിം സോ മച്ച്. എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ നിയമത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്ത ഒരാളുടെ വാക്കുകളെ എനിക്കൊരിക്കലും ധിക്കരിക്കാനാവില്ല, അനുസരിക്കാൻ മാത്രമേ കഴിയൂ. വിശാൽ എനിക്ക് തന്ന ജീവിതമാ ഞാൻ ഈ ജീവിക്കുന്നത്. പാവമാണവൻ. കരിക്കട്ട പെട്ടെന്ന് സ്വർണമായി തീർന്നത് പോലെയാണ് അവന്റെ മാറ്റം. എത്രയോ വട്ടം ഞാൻ അവനെ ശകാരിച്ചിരിക്കുന്നു, കുറ്റപ്പെടുത്തുകയും ഉപേക്ഷിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. അന്നൊക്കെ എന്റെ ധാരണ ഒരു പാഴ് ജന്മമെന്നായിരുന്നു. പക്ഷേ ഇപ്പൊ അവന്റെ വളർച്ച കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. നമ്മെക്കാളൊക്കെ അവൻ എത്രയോ ഉയരത്തിലാണ്. ഇനി അവനിൽ നിന്നാണ് എനിക്ക് പഠിക്കാനുള്ളത്. പിന്നെ യമുനയോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറച്ചായി വിചാരിക്കുന്നു. യമുനയുടെ വീടിനെ പറ്റിയാണ്. ഒറ്റപ്പെടലിന്റെ ദുഃഖവും ദുരന്തങ്ങളും യമുന കുറെ അനുഭവിച്ചു. ഈ ചെറുപ്രായത്തില് താങ്ങാവുന്നതിനേക്കാൾ ഏറെ. ഇനിയും സ്വന്തം ജീവിതം ഇങ്ങനെ അനാഥമാകാൻ വിധിക്കണോ? പഴയതൊക്കെ മറന്ന് അച്ഛനോടും ചേച്ചിയോടും ക്ഷമിച്ചൂടെ? യമുനയെ സ്നേഹിക്കുന്ന എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. വീടിന് പകരം ഏത് സ്വർഗം കിട്ടിയാലും അവിടെ സുഖം ഉണ്ടാവുമോ, സമാധാനം ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്.
യമുന ഇപ്പൊ വന്നത് നന്നായി. വീട് മാറ്റാ സബ് ജയിലിലേക്ക്. സിനിമയിൽ നിങ്ങൾ നടീനടന്മാർ പതിവായി അഭിനയിക്കുന്ന സീനായത് അല്ലേ? ഇപ്പൊ ഞാനും ആ ലെവലിലെത്തിയിരിക്കുന്നു. അഭിനയമല്ലെന്ന് മാത്രം. എന്താ യമുനെ? പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? വിശാല് പറഞ്ഞത് ഞാൻ അനുസരിച്ചു. പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടി. റിയലി? താങ്ക് യു യമുന. എങ്ങനെയുണ്ടായിരുന്നു? ഫിലിം ടൈംസിൽ നിന്ന് ആരാ വന്നേ? ജോണി ഒല്ലൂക്കാരനാവും. ഞാൻ കഴിഞ്ഞ അവനാ ഞങ്ങളുടെ പത്രത്തിൽ സ്മാർട്ട്. എന്നിട്ട് ഭാവി പരിപാടികളെ പറ്റി പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയില്ലേ? ഓ, യമുന രംഗം വിട്ടെന്ന് ആശ്വസിച്ചിരുന്ന യുവറാണിമാരൊക്കെ ഷോക്ക്ഡ് ആയിട്ടുണ്ടാവും അല്ലേ? അറിയില്ല. ഒന്ന് മാത്രം എനിക്ക് പറയാവൂ. വിശാൽ എന്നോടൊപ്പം ഇല്ല. ഞാൻ ഒറ്റയ്ക്ക. ഏയ്, ആര് പറഞ്ഞു യമുന ഒറ്റയ്ക്കാണെന്ന്? യമുനയ്ക്കൊരു സത്യം അറിയോ? പ്രപഞ്ച സത്യ. നല്ല സൗഹൃദങ്ങൾക്ക് കാലദേശങ്ങളുടെ തടസ്സം ഉണ്ടാവില്ല. തൊട്ടടുത്ത് സ്ഥിരമായി കാണുന്ന ഒരാളേക്കാൾ കൂടുതൽ ഇന്റിമേറ്റായി തോന്നുക വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണുന്ന ചങ്ങാതിയായിരിക്കും. അങ്ങനെയുള്ളൊരു നല്ല ചങ്ങാതിയല്ലടോ ഞാൻ. ആ മതി, കേറ്. ഹലോ യമുന, അപ്പോ എല്ലാം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ പോലെ? ആ, കേറ് കേറ്. ഓക്കെ. സിനിമയിൽ സജീവമാകാൻ ഞാൻ തീരുമാനിച്ചു എന്ന് കരുതി വരുന്ന ഓഫറുകളെല്ലാം സ്വീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ കഥാപാത്രം നന്നായതുകൊണ്ട് മാത്രം സിനിമ സക്സസ് ആവണമെന്നില്ലല്ലോ. നല്ല കഥ, നല്ല കഥാപാത്രം, പിന്നെ സംവിധായകൻ, ഈ മൂന്നിനുമാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നിട്ട് മാത്രമേ ഡേറ്റിൻ്റെ കാര്യവും പ്രതിഫലത്തിൻ്റെ കാര്യവും എൻ്റെ മുമ്പിൽ വരുന്നുള്ളൂ. അച്ഛൻ കരയാണോ? നമ്മുടെ കൊച്ചി യമുന എത്ര വലിയ പൊസിഷനിൽ എത്തിയിരിക്കുന്നതെന്ന് കണ്ടില്ലേ? അതില് സന്തോഷിക്കല്ലേ വേണ്ടത്? സങ്കടം കൊണ്ടല്ല മോളെ, സന്തോഷം കൊണ്ടാ അച്ഛന്റെ കണ്ണു നിറഞ്ഞത്. അത്ഭുതം തോന്നുന്നു. ഈ മുറ്റത്ത് കളിച്ചു വളർന്ന കുട്ടി, എന്റെ വിരൽത്തുമ്പിൽ പിടിച്ചു നടന്ന കുട്ടി, എത്ര ആത്മവിശ്വാസത്തോടെയാ അവള് സംസാരിച്ചിരിക്കുന്നത്. എന്തൊരു മാറ്റം! എന്തായാലും യമുനേച്ചിക്കൊരു അപകടം പറ്റിയില്ലെന്ന് അച്ഛന് സമാധാനമായല്ലോ. ബാബു, എനിക്ക് അവളെ ഒന്ന് കാണാൻ എന്താ വഴി? ദേവൻ എന്തു പറയുന്നു? പ്രസാദി വന്നിട്ടുള്ള മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ ഒരു പുതിയ വിവാഹത്തെപ്പറ്റി പറയാൻ പറ്റിയ അന്തരീക്ഷത്തിലോ മാനസിക അവസ്ഥയിലോ ആണ് പ്രസാദെന്ന് എനിക്ക് തോന്നുന്നില്ല.
പക്ഷേ അമ്മ പറഞ്ഞത് തെറ്റാണെന്നും എനിക്ക് അഭിപ്രായമില്ല. ഒരു വിവാഹം തന്നെയാണ് ഈ ഒറ്റപ്പെടലിൽ നിന്നും നൈരാശ്യത്തിൽ നിന്നും പ്രസാദിനെ രക്ഷിക്കാനുള്ള മാർഗം. ഞങ്ങൾക്ക് ഇനി ആ കാര്യം അവന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. ധർമ്മസങ്കടത്തിലാ ദേവാ ഞങ്ങള്. ഒരു കൂട്ടുകാരന്റെ സ്വാതന്ത്ര്യമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ആവശ്യം. ഞങ്ങളോട് അവൻ മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറയില്ല. ദേവനാണെങ്കിൽ അവന്റെ ഏക സുഹൃത്ത്. നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളൊന്നുമില്ല. ഓപ്പണായി ചോദിക്കാം, പറയാം. ശരിയാണ്. പക്ഷേ പ്രസാദ് അതിനെ അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുകൂലിക്കും ദേവ. ഇത്ര ഉറപ്പിച്ച് പറയാൻ മാത്രം. സുമിത്രയോട് ഇന്ന് ഉള്ളിൽ അവന് ഇഷ്ടമാണെന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. സുമിത്രയോ? സുമിത്രയെ വിവാഹം ചെയ്യുന്ന കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, അവന്റെ മനസ്സിൽ ഇപ്പോഴും സുമിത്രയുണ്ട്. രേഖ പോലും അത് തന്നെയല്ലേ അവനോട് ആവശ്യപ്പെട്ടത്. അപ്പൊ അക്കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നു? അവൻ തന്നെ പറഞ്ഞറിഞ്ഞു. ഇനി ദേവൻ പറയാ, ഇക്കാര്യം അവന്റെ മുമ്പിൽ സൂത്രത്തിലൊന്ന് പ്രസന്റ് ചെയ്തൂടെ? അതിന് ഒരു തടസ്സമില്ലല്ലോ ബാലമാമ, ഞാൻ സംസാരിക്കാം. പ്രസാദ്, തൻ്റെ ഇപ്പോഴത്തെ പോക്കിൽ എല്ലാവർക്കും വല്ലാത്ത ഉത്കണ്ഠയുണ്ട്. ഒരു തിരിച്ചുപോക്കിലേക്കാണോ എന്ന്, വീണ്ടും മനോരോഗത്തിലേക്കാണോ എന്ന് അല്ലേ? എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വെറുതെ തോക്കിക്കയറി വെടിവെക്കുന്നതിനാ. സംഭവിച്ച എന്താണെന്നും അതിൻ്റെ ഗൗരവം എന്താണെന്നും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പ്രസാദിൽ അതുണ്ടാക്കിയ ആഘാതവും എല്ലാവരുടെ മനസ്സിലുണ്ട്. പക്ഷേ അതൊരു കഴിഞ്ഞകാല സംഭവമായി കണ്ട് മറന്ന് ഞാൻ സന്തോഷവാനായി മുന്നോട്ട് പോകണം അല്ലേ? അതല്ലേ ദേവന് പറയാനുള്ളത്? അതിജീവനത്തിൻ്റെ നിയമം, ദ ലോ ഓഫ് സർവൈവൽ. മരിച്ചവർ മരിക്കട്ടെ, ജീവിക്കുന്നവർ ആ ചിതയ്ക്ക് മുമ്പിൽ നോക്കി നിൽക്കാതെ മുന്നോട്ട് നീങ്ങണം, ടു സർവൈവ്. പക്ഷെ എനിക്ക് ആ നിയമം ഉൾക്കൊള്ളാനാവില്ല ദേവ. കാരണം എനിക്ക് ഓർമ്മകളുണ്ടായിപ്പോയി. രേഖയെ ഓർമ്മിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പ്രസാദേ, ഞാൻ പറയും മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനാണ് താൻ മറുപടി തന്നത്. രേഖയെ മറക്കാൻ ഞാൻ പറഞ്ഞില്ല. ഞാനും ഒരു മനുഷ്യൻ തന്നെയാണ്. എനിക്കുണ്ട് ഓർമ്മകൾ. നെഞ്ചിൽ അർബുദം വന്ന് സർക്കാർ ആശുപത്രിയുടെ ഇരുണ്ട വൃത്തികെട്ട വാർഡിൽ കിടന്ന് എൻ്റെ അമ്മ മരിക്കുമ്പോൾ എനിക്ക് വയസ്സെത്രയാണെന്നറിയോ? 13. ദാരിദ്ര്യം മാത്രമായിരുന്നു അന്ന് ഞങ്ങളുടെ സ്വത്ത്. അതിനുശേഷം വർഷം എത്ര കഴിഞ്ഞു, പക്ഷേ 13-ാം വയസ്സിലെ ആ ഓർമ്മ, സർക്കാർ ആശുപത്രിയിലെ വാർഡും ആ ഇരുട്ടും അമ്മയുടെ കരുവാളിച്ച ശ്വാസം നിലച്ച മുഖവും ഇതാ ഈ നിമിഷത്തിലും എൻ്റെ ഉള്ളിലുണ്ട്. അതേ തീവ്രതയോടെ തന്നെ ദുഃഖം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അന്നത്തെ 13 വയസ്സുകാരൻ. പക്ഷേ ആരുടെ ഉപദേശം, ആരുടെ സാന്ത്വനം അതിനെ നിയന്ത്രിച്ചു, മുന്നോട്ട് നിർത്തി, ഇവിടം വരെ എത്തിച്ചു. പ്രകൃതി നിയമങ്ങൾക്ക് അടിമയാവാതെ നമുക്ക് ജീവിക്കാനാവില്ല പ്രസാദ്. മരണം പ്രകൃതി നിയമമാണ്. എല്ലാവരും മരിക്കും. ചിലർ മുമ്പേ പോകുന്നു, ചിലർ പുറകെയും. തനിക്കറിയാത്ത ലോകസത്യം വിളമ്പുന്ന മഹാത്മാവൊന്നും അല്ല ഞാൻ. തനിക്കറിയാവുന്ന സത്യം ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ശല്യാവുന്നുണ്ടെങ്കിൽ നിർത്താം. നീ എനിക്ക് ശല്യമായതുകൊണ്ടാണല്ലോ ഞാൻ ക്ലാസ് മുറിയിൽ നിന്നും നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. താൻ വിളിച്ചില്ലെങ്കിലും തന്നെ തേടി ഞാൻ വരുമായിരുന്നു. ഒരു പ്രധാന വിഷയം തന്നോട് സംസാരിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുക. മരണത്തെ പറ്റിയല്ല, ജീവിതത്തെ പറ്റി, തൻ്റെ ജീവിതത്തെ പറ്റി, ഭാവി ജീവിതത്തെ പറ്റി.